ഹായ് ഓൾ. അങ്ങനെ നമ്മുടെ 2025 വിഷു റിലീസ് സിനിമകൾ ഇറങ്ങിയിരിക്കുകയാണ്. ബസൂക്ക, മമ്മൂട്ടിയുടെ ബസൂക്ക, അതേപോലെ തന്നെ ആലപ്പുഴ ജിംഖാന, നസ്ലിൻ അഭിനയിച്ചിരിക്കുന്ന ബേസിലിന്റെ മരണമാസ്, അതേപോലെ നമ്മുടെ തല അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി. അപ്പൊ അതിൽ ഞാൻ ആദ്യം കണ്ടത് ബസൂക്കയാണ്. ബസൂക്കയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള സിനിമ കണ്ടതിന് ശേഷമുള്ള എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത്. ഇത് ഞാൻ ഇന്നലെ രാത്രി തൃപ്പൂണിത്തുറ സെൻട്രൽ ടോക്കീസിലാണ് ഈ സിനിമ കണ്ടത്. 4K ലേസർ പ്രൊജക്ഷനോട് കൂടിയ ഡോൾബി അറ്റ്മോസ് റെൻഡേർഡ് സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററാണ് തൃപ്പൂണിത്തുറ സെൻട്രൽ ടോക്കീസ്. അവിടെ തന്നെയാണ് ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ എനിക്ക് ഈ സിനിമ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. സീരിയസ്ലി സ്പീക്കിംഗ്, സിനിമ 2018 ഡീനോ ഡെന്നിസ് എന്ന് പറയുന്ന നവാഗത സംവിധായകൻ, പുള്ളി സ്ക്രിപ്റ്റ് പറയാനായിട്ട് മമ്മൂക്കയുടെ അടുത്ത് പോവുകയും മമ്മൂക്കയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് പുള്ളി ഈ സിനിമ ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഡീനോ ഡെന്നിസ് ആണ്. നമ്മുടെ പഴയ പ്രമുഖ സ്ക്രിപ്റ്റ് റൈറ്ററായ കലൂർ ഡെന്നിസിന്റെ മകനാണ് ഡീനോ ഡെന്നിസ്. അങ്ങനെ ഡീനോ ഡെന്നിസിന്റെ ആദ്യത്തെ സംവിധാനമാണ് ബസൂക്ക. പക്ഷെ പുതിയൊരു പ്ലോട്ടാണ് ബേസിക്കലി. അത് നമ്മുടെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടങ്ങളിൽ ഒരു ഗെയിമിങ്ങിന്റെ ഒരു കൺസെപ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു ന്യൂ കൺസെപ്റ്റ് ആണ് മലയാളത്തിലേക്ക് വരുമ്പോൾ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലോട്ട് വാസ് ഗുഡ് ആക്ച്വലി. പക്ഷെ ഈ പ്ലോട്ട് പ്രസന്റ് ചെയ്തേക്കുന്ന രീതി, അല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയാണ് ഇതിൽ പാളി പോയിട്ടുള്ളത്. അതായത് ഇങ്ങനത്തെ ഒരു പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു വൈഡ് ക്യാൻവാസിൽ കുറച്ച് ബഡ്ജറ്റ് കൂട്ടി ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നന്നാവാവുന്ന ഒരു സിനിമ ഭയങ്കര ലിമിറ്റഡ് ബഡ്ജറ്റിൽ വളരെ കൺസ്ട്രിക്റ്റ് ആയിട്ട് എന്നാൽ ഭയങ്കര വലിയ ഡ്യൂറേഷനിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പ്രേക്ഷകന്റെ ക്ഷമയുടെ നെല്ലിപ്പല കാണിക്കുന്ന രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. 2.5 മണിക്കൂറാണ് ഈ സിനിമ. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ യാതൊരുവിധ ഹൈ മൊമെന്റ്സും ഇല്ല. അപ്പൊ തന്നെ പ്രേക്ഷകർ ഒന്ന് ഉറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്ക് ഓക്കെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഈ പടം നമ്മുടെ കയ്യിൽ നിന്ന് പോയി അല്ലെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റ് ആണെന്ന് പറഞ്ഞു പോകുമ്പോൾ അവസാനത്തെ ഒരു 20-25 മിനിറ്റിൽ ഒന്ന് എലിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്കത് എലിവേറ്റ് ആയില്ല. എനിക്ക് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് സിനിമയിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ഇൻട്രോ, നമ്മുടെ GVM, ഇതിൽ മമ്മൂക്ക അല്ലാതെ GVM ഗൗതം വാസുദേവ മേനോനാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പുള്ളിക്കാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നത്. ആൻഡ് പുള്ളിയുടെ ഇൻട്രോ ഒക്കെ വെരി നൈസ്, അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്ന പല സ്ഥലത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. നല്ല സൗണ്ട് മിക്സിംഗ് ഉണ്ടായിരുന്നു, നല്ലൊരു എന്താ പറയുക, ഒരു എഫക്ട് ഉണ്ടായിരുന്നു. അതായത് ആ സിനിമയുടെ പ്ലോട്ടുമായിട്ട് ബ്ലെൻഡ് ആയി പോകുന്ന രീതിയിൽ സൗണ്ട് മിക്സിംഗ് വന്നിട്ടുണ്ട്, BGM സൈഡ് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഗൗതം വാസുദേവൻ മേനോന്റെ ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ബസ്സിലാണ്, അതായത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന രീതിയിലാണ് സിനിമ പോകുന്നത്. ആൻഡ് ഹിയർ കംസ് അവർ മെഗാസ്റ്റാർ മമ്മൂട്ടി ബസ്സിലേക്ക് എൻട്രി ചെയ്യുകയാണ്. അപ്പൊ അതിൽ പുള്ളിയുടെ ഇൻട്രോ ഒക്കെ നമ്മുടെ ലിയോയിൽ വിജയ്ക്ക് വന്നേക്കുന്ന പോലത്തെ ഒരു ഇൻട്രോ ടൈറ്റിൽ കാർഡാണ് ഡീനോ ഡെന്നിസ് കൊടുത്തിരിക്കുന്നത്. അത് കൊള്ളായിരുന്നു. നല്ല തിയേറ്ററിൽ നല്ല ക്രൗഡ് അത്യാവശ്യം നല്ല രീതിയിൽ കൈയടിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം മമ്മൂട്ടി സ്റ്റൈലായിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസിനെ വെല്ലുന്ന ആരും കറന്റ് സ്റ്റൈലിഷ് അപ്പിയറൻസിൽ മലയാള സിനിമയിൽ ഇല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ മമ്മൂക്ക വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഈ ബസ്സിൽ ഇരുന്ന് കുറെ അൺവാണ്ടഡ് കോമഡി, ക്രിഞ്ച് കോമഡീസ്, ആർക്കും ഒരു അനക്കം ഉണ്ടാകാത്ത രീതിയിൽ കേട്ട് പഴകിയ ക്രിഞ്ച് കോമഡീസിലൂടെ, അതുപോലെ മമ്മൂക്കെ ഒരു വേറൊരു ആർട്ടിസ്റ്റ് വന്നിട്ട് പുള്ളി ഇപ്പോഴും ഗ്ലാമർ, എന്നാ ഗ്ലാമറാണ് ഇത്ര പ്രായത്തിൽ, ഇതൊക്കെ നമ്മൾ കേട്ട് മടുത്താണ്. നമുക്കറിയാം മലയാളികൾക്ക് മമ്മൂക്ക എങ്ങനെയാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ പിന്നെ ഗ്ലാമർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പിന്നെ ഡയലോഗ് കൊടുത്ത് അത് വീണ്ടും വലുതാക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കുറെ അനാവശ്യമായ കോമഡികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ബസ്സിൽ, പിന്നീട് അങ്ങോട്ട് ഒരു ബസ്സിൽ ഒരു കംപ്ലീറ്റ് ഊക്കാണ്, അത് ബസൂക്ക എന്നുള്ള പേരിനെ ഒരു ഇത് കൊടുക്കുന്ന രീതിയിലാണ് സിനിമ പിന്നീട് ത്രൂ ഔട്ട് അങ്ങോട്ട് റൺ ആവുന്നത്. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പോലും മമ്മൂക്കയ്ക്ക് ഒരു എന്താ പറയുക, സ്റ്റൈലിഷ് ഒക്കെ, മമ്മൂക്കയുടെ കോസ്റ്റ്യൂം വാസ് ഗുഡ്, മമ്മൂക്ക നടന്നു വരുമ്പോൾ BGM വാസ് ഗുഡ്. ആൻഡ് മമ്മൂക്കയുടെ പിന്നെ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ മമ്മൂക്കയ്ക്ക് വേണ്ടി പോർട്രേ ചെയ്തിരിക്കുന്ന രീതി കൊള്ളാം. പക്ഷെ എന്തെങ്കിൽ പോലും മമ്മൂക്കയ്ക്ക് തന്റെ അഭിനയം കാണിക്കാനുള്ള ഒരു സീനോ ഒന്നും ഇതിലില്ല. ആൻഡ് ടുവേർഡ്സ് ക്ലൈമാക്സ് മമ്മൂക്ക എന്താണ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മെത്തേഡ് ആക്ടിങ് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് അവാർഡിനൊക്കെ പോകണമെന്ന് ഞാൻ എവിടേക്കോ റിവ്യൂ വീഡിയോയിൽ എവിടേക്കോ കണ്ടു. എന്തിന്, ഇതെന്താണ് പുള്ളി കാണിച്ചിരിക്കുന്നത്? പുള്ളിയുടെ കയ്യിൽ നിന്ന് ക്യാരക്ടർ പോയി. അത് പുള്ളിയുടെ കുഴപ്പം കൊണ്ടല്ല, ഡയറക്ടറിന്റെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറൈസേഷന്റെ പ്രശ്നമാണ്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഭ്രമയുഗത്തിൽ മമ്മൂക്ക ചെയ്തേക്കുന്നത്. അതേ സ്റ്റൈല് പിടിക്കാൻ നോക്കിയതാണോ എന്നറിയത്തില്ല. പക്ഷെ പക്ക ഒരു കോപ്രായം പോലെ ആയിട്ടുണ്ട്. പുള്ളിയെ കളിയാക്കുന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് സങ്കടം വന്നു. ആൻഡ് ഇതിൽ ഒരു ക്യാമിയോ റോൾ വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. എന്റെ പൊന്നെ, അയാളൊക്കെ എന്തിനാണ് ഈ സിനിമയെ കാസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഞാൻ ആരാന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പുള്ളി തന്നെ അത് ഫേസ്ബുക്കിലൂടെ റിവീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു സീൻ വന്നപ്പോ തിയേറ്റർ ലിറ്ററലി ചിരിച്ച്, എന്താണ് തിയേറ്ററുകാരെല്ലാം, ലൈക്ക് ആൾക്കാരെല്ലാം കൂടെ അയ്യേ എന്നുള്ള രീതിയിലായിരുന്നു. അത്രയും ബിൽഡപ്പ് കൊടുത്ത് അത്രയും തോക്കും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ട് പിന്നെ ഇയാളുടെ മുഖം കാണിക്കുന്ന ആ സീൻ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ക്രിഞ്ച് സാധനം ഈ സിനിമയിൽ.
ആൻഡ് ഇതില് വേറെ പെർഫോമൻസ് വൈസ് ഒന്നും ആരെയും പറയാനില്ല. ആൻഡ് ഓവറോൾ ഒരു സ്ലോ പേസ്ഡ് ഭയങ്കര ലാഗ് ആയിട്ട് ഒരു എന്താ പറയാ നമ്മളെ ഉറക്കം വരും ബേസിക്കലി. ഞാൻ 10 മണിയുടെ ഷോയ്ക്കാണ് പോയത്. ഈ സൗണ്ടും ഈ ബിജിഎമ്മും ഇല്ലാതെ സീരിയസ്ലി ഉറങ്ങിപ്പോയി. ഞാൻ ഈ സിനിമയുടെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫ് മരിച്ചുപോയി. ഈ ഒന്ന് ആള് മരിച്ചതിന് ശേഷം വേറൊരാൾ കവർ ചെയ്തിട്ടുണ്ട്. പറയത്തക്കതായിട്ടൊന്നുമില്ല ടു ബി ഓണസ്റ്റ്. പിന്നെ ഈ സിനിമയ്ക്ക് ഇപ്പൊ എന്റെ അടുത്ത് പോസിറ്റീവ്സ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വാസ് ഓക്കെ. ആൻഡ് ഇതിന്റെ ഈ പറഞ്ഞ മമ്മൂക്കയുടെ കോസ്റ്റ്യൂംസ് ആൻഡ് മമ്മൂക്കയുടെ കുറച്ച് എൻട്രി, പിന്നെ ഇതിന്റെ അകത്ത് ഈ അമൽനീര സ്റ്റൈൽ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് കുറെ സ്ലോ മോഷൻസ്, ഒരു ആവശ്യമില്ലാത്ത സ്ലോ മോഷൻസ്, പെട്ടെന്ന് വന്ന് പോകുന്നതിന് വരെ ഈ സ്ലോ മോഷൻസ് കയറ്റി വലിച്ച് ഒരു 1.5 മണിക്കൂർ കഷ്ടിച്ച് ചെയ്യാവുന്ന സിനിമയെ 2.5 മണിക്കൂർ ആക്കി വെച്ചേക്കുന്നു. ആൻഡ് തിരക്കഥ ഭയങ്കര വീക്കാണ്. ഡയറക്ഷനും നോട്ട് അപ് ടു ദ മാർക്ക്. ഒരു പുതുമുഖമാണെന്നുള്ള രീതിയിൽ നമുക്ക് അംഗീകരിക്കാം. ആൻഡ് ഈ ഡയറക്ടർ തന്നെ ലിയോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് മലയക്കോട്ടെ വാലിബനെ കളിയാക്കുന്ന പറഞ്ഞു ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ കളിയാക്കുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ട, നിങ്ങളുടെ സിനിമ ഇറങ്ങിയിട്ടില്ല ആ സമയത്ത്. നിങ്ങളുടെ സിനിമ ഇറങ്ങിയതിനു ശേഷം ജനങ്ങൾ അത് എങ്ങനെ എടുത്തു എന്നുള്ളത് ഇന്നലെ ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. രാത്രി 10 മണിക്ക് വന്നിട്ട് ഒരു മനുഷ്യൻ അവിടെ, ഇപ്പൊ മമ്മൂക്ക് ഒരുപാട് മാസ് കാണിക്കാതെ ശ്രമിക്കുന്നുണ്ട്. മുണ്ട് മടക്കി കുത്തുന്ന സീനുണ്ട്, അല്ലാതെ മമ്മൂക്ക് കുറെ ഡയലോഗ്, എടാ എണീറ്റ് പോടാ കണ്ണാപ്പികളെന്ന് പറഞ്ഞ കുറെ ഡയലോഗ് ഉണ്ട്. പക്ഷെ ആരും ഒന്നും ഓണാവുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പഞ്ച് വരുന്നില്ല, ഒരു പവർ വരുന്നില്ല. അത്രയ്ക്കും ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഇതാണ് ഈ സിനിമയുടെ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഇതിൽ പാളിയിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഇതിൽ പറയാനുള്ള GVM ഒക്കെ ഡബിങ് ഭയങ്കര മോശമാണ്. ഇതിന്റെ ഡയലോഗ്സ് ചിലത് കേട്ട് കഴിഞ്ഞാൽ, അതായത് ഇവരൊക്കെ ഈ GVM ഒരു ടീം, ഒരു പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് സാധനമാണ് ഇത് കാണിക്കുന്നത്. പക്ഷെ ഇവർക്കൊന്നും യാതൊരുവിധ സെൻസ് ഇല്ല എന്നുള്ള രീതിയിലാണ് ഇതിൽ ഇവർ ആ ഒരു കേസ് അന്വേഷണം ചെയ്യുന്നത്. പിന്നെ ഗെയിമിങ്ങിന്റെ സെക്ഷൻസ് ഒക്കെ ഓക്കെ, നമുക്ക് കണ്ടിരിക്കാം. ഒരു പുതിയ സാധനമാണ് ഒരു ഗെയിം കളിക്കുന്ന രീതിയിലാണ് ഇതിന് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത്, വിച്ച് വാസ് ഗുഡ്. ഓക്കെ, ഇതുവരെ മലയാള സിനിമ കണ്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ചില സമയത്ത് ഓരോരോ കൺക്ലൂഷൻസിലേക്ക് എത്തുന്ന കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത്, കോമഡി വരുന്നത്, അങ്ങനത്തെ അപരാധ സാധനം. ശരിക്കും പറഞ്ഞ സിനിമ ഒരു പക്ക എന്താ പറയാ മലങ്കൾക്ക് സിനിമയാണ്, പറയാതെ വയ്യ. എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണ്. ആൻഡ് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, മമ്മൂക്കെ പോലെ ഇത്രയും സെലക്റ്റീവ് ആയിട്ട് സ്ക്രിപ്റ്റ് എടുക്കുന്ന ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അവസരം കൊടുക്കുന്ന പുള്ളി എന്തിനാണ് ഈ പടത്തിന് തലവെച്ചത്. ആൻഡ് ഈ 2018 തൊട്ട് ഇപ്പം ഏകദേശം 7 വർഷം, ഏകദേശം 4 വർഷം എന്തോ ഈ സിനിമയുടെ മേക്കിങ്ങും കാര്യങ്ങളും നടന്നത്. ഈ 4 വർഷം കൊണ്ട് എന്താണ് ഇവര് ചെയ്തതെന്ന് അറിയില്ല. അതുപോലെ ഈ ബസൂക്ക, ഈ ബസ്സിന്റെ അകത്ത് നടക്കുന്ന സീൻ, ഈ ബസ്സും ഒരു സെറ്റ് ആണെന്നുള്ളത് ആദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് മാത്രമല്ല, ഇത് ബാംഗ്ലൂരേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എറണാകുളത്ത് താമരശ്ശേരിയിലുള്ള മറ്റേ അബാൻഡന്റ് ഹൈവേയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നതാണ് അവരുടെ ബാംഗ്ലൂരേക്ക് പോകുന്ന റൂട്ട്. അങ്ങനത്തെ മൊത്തത്തിൽ ഒരു പാളിപ്പോയ സിനിമയാണ്. വളരെ സങ്കടമുണ്ട്, വെരി ഡിസപ്പോയിന്റഡ്. ഇനി ബാക്കി ആലപ്പുഴ ചിന്താൻ ഇന്ന് കാണുന്നുണ്ട്, അത് കണ്ടിട്ട് ബാക്കി അതിന്റെ റിവ്യൂ ഇടാം. ആൻഡ് ഇത് ഒരു ഫ്ലോപ്പ് പടമാണ്. താങ്ക് യു.